സന്ദീപ് മെമ്പർ ഉണ്ടോ? സന്ദീപ് മെമ്പർ പുറത്തു പോയതാണ്. അങ്ങോട്ടാണെന്നറിയാം. അത് പാമ്പിനെ പിടിക്കാൻ വേണ്ടി പോയി. അവിടെയാ? ആ ആ ആ. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു പാമ്പുണ്ടായിട്ട് മെമ്പറെ വിളിച്ചു. രാത്രി ഒരു മണി സമയത്ത് മെമ്പർ വന്നിന്. അപ്പോൾ അവിടുന്ന് ഉള്ളൊരു പരിചയത്തിലാണ് ഞാൻ ഇവിടെയും വിളിച്ചത്. ഞാൻ ഓഫീസിൽ പോയപ്പോൾ പറഞ്ഞ് പുറത്ത് പാമ്പിനെ പിടിക്കാൻ പോയി. ആ, ഇവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്ഥിരം ശീലം അല്ലേ? നമ്മളൊക്കെ 2010 മുതൽ ജനപ്രതിനിധിയായിട്ട് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഓരോ വീട്ടുകാർ വിളിക്കുന്ന സമയത്ത് നമ്മളിപ്പം കക്കയത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ താമരശ്ശേരിക്കാണെങ്കിലും വിളിച്ചാൽ മെമ്പർ എന്നുള്ള നിലയ്ക്കും ഒരു വരുന്നവരെ നമ്മൾ ഇവിടെ കാത്തിക്കണം. അപ്പോൾ ചില വീട്ടിൽ സ്ത്രീകൾ മാത്രമേ ഉണ്ട്. അപ്പോൾ അവരിട്ട് നമുക്ക് പോരാൻ കഴിയില്ല. അപ്പോൾ അവർ വരുന്നവരെ കാത്തു ചിലപ്പോൾ ഒരു ദിവസം ഉച്ച വരെ നമ്മൾ അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ പിടിക്കുന്നവരെ അവർ വന്ന് പിടിക്കുന്നവരെ വനം വകുപ്പ് വന്ന് പിടിക്കുന്ന. അപ്പോൾ എനിക്ക് കുറേ സമയം അങ്ങനെ വേസ്റ്റായി പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഞാൻ തന്നെ ഇനി ട്രെയിനിങ്ങിന് പോകാനും പിന്നെ ഇതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ താമരശ്ശേരി ട്രെയിനിങ്ങിൽ ഏർപ്പെട്ട് ട്രെയിനിങ്ങിന് പോയി. അതിനുശേഷം ഇപ്പോൾ ലൈസൻസ് കിട്ടി. ഇപ്പോൾ ഒരു 2-3 വർഷമായി ചെയ്യുന്നുണ്ട്. മെമ്പർ ഇതിനകം എത്ര പാമ്പുകളെ പിടിച്ചു? ഏകദേശം ഒരു 10-500 പിടിച്ചിട്ടുണ്ടാവും. എന്തിനൊക്കെയാ? മൂർഖനെ പിടിച്ച അണലി, പിന്നെ പെരുമ്പാമ്പാണ് മഴക്കാലത്ത് കൂടുതൽ പെരുമ്പാമ്പാണ് ഉണ്ടാകുക. രാജാവിനെ പിടിച്ചിട്ടില്ല? ഇല്ലല്ല. അപ്പോൾ നമ്മളെ ഈ പരിസരത്ത് എവിടെയും പാമ്പിനെ കണ്ടാൽ മെമ്പറെ വിളിക്കുക അല്ലേ? ഈ അത്തോളി പഞ്ചായത്തിൽ ഒരുവിധ ആളെടുത്തൊക്കെ എൻ്റെ നമ്പറുണ്ട്. ആദ്യം മെമ്പറായതിനെ കൊണ്ട് ഒരുവിധ ആൾക്കാരുടെ അടുത്തൊക്കെ നമ്പർ ഉള്ളതിനെ കൊണ്ട് ഇപ്പം ചീക്കിലോട് അണ്ടിക്കോട് ഒക്കെ എൻ്റെ പരിധിയിലാണ്. ഉള്ളേരി മുടക്കല്ലൂരൊക്കെ വരും. അപ്പോൾ വീട്ടിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡോറൊക്കെ അടച്ചിട്ട് പോലും നിൽക്കും. പക്ഷേ പുറത്തൊക്കെയാണ് പുറമേക്ക് പോയി കാണുന്നതിനെ കൊണ്ട് ചിലപ്പോൾ ഞാൻ പറ്റൂലെങ്കിൽ അവിടെ നിന്നുള്ള വേറെ ആരെങ്കിലും എപ്പോഴായി കൂടും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ മെമ്പർമാർ ഒരുപാടുണ്ട്. പാമ്പ് പിടിക്കുന്നവർ കുറവായിരിക്കും അല്ലേ? അതെ, ഒരു ശ്രദ്ധക്കുറവുണ്ടെങ്കിലും അപകടം പറ്റാനുള്ള സാധ്യത അല്ല എന്നെക്കൊണ്ട്. രാത്രി 12 മണിക്കൊക്കെ വിളിക്കുമ്പോൾ കോള് വരുമ്പോൾ അറിയാം ഇതായിരിക്കുന്നു. അപ്പോൾ പോയി വരുന്നവരെ ഭയങ്കര ടെൻഷൻ അല്ലായിരിക്കും വീട്ടുകാർ. പൊതുവെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ പറയില്ല നമ്മുടെ മെമ്പർ കുറച്ച് വ്യത്യസ്തനാണ്. അതെ, അതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നാറ്? സന്തോഷമുണ്ട്. അല്ല, നമുക്ക് പറ്റുന്നത് കാര്യങ്ങൾ ആളുകൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയല്ലേ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക. പറഞ്ഞു നമ്മൾ ഈ പിടികൂടിയ പാമ്പിനെ പിന്നീട് എന്താ ചെയ്യുക? കക്കയത്തോ അല്ലെങ്കിൽ താമരശ്ശേരിയോ വിളിക്കും. അപ്പോൾ ഫോറസ്റ്റിനെ വിളിക്കും. അപ്പോൾ അധികം കോൾ അവർക്കാണ് വരിക. അവർക്ക് വന്നിട്ട് അവർ നമ്മളെ വിളിച്ചിട്ടാണ് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയലും അഡ്രസ്സ് തരും, ഫോൺ നമ്പറും തരും. അത് വിളിച്ചാൽ നമ്മൾ പോവുക. പിടിച്ചാൽ അവരോട് വിളിച്ച് പറയും അങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു ഇവിടെ ഈ പരിധിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വന്നെടുക്കും. അല്ലെങ്കിൽ നമ്മൾ ബാലുശ്ശേരി എത്തിയാൽ കക്കയത്ത് നിന്ന് ബാലുശ്ശേരിക്ക് വരും. താമരശ്ശേരി ആണെങ്കിൽ അധികം താമരശ്ശേരി നമ്മൾ എത്തിച്ചു കൊടുക്കലാണ് അധികം. സന്ധ്യയോടെ എന്നാൽ പിന്നെ നമുക്ക് ഇനി പഞ്ചായത്തിലേക്ക് പോകാം അല്ലേ? ഇനി ഞാൻ എടുക്കട്ടെ? പേടിയാണ്. പോവാ, മൂർഖനുണ്ട്. ഇപ്പോൾ നമ്മുടെ മെമ്പർ, അത്തോളിയിലെ മെമ്പർ സന്ദീപ് കുമാർ പറയണ്ടല്ലോ, വ്യത്യസ്തനാണ്. തെരഞ്ഞെടുപ്പിൽ ഇനിയുമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ്. ഒപ്പം പാമ്പ് പിടുത്തവും തുടരും. പോവാ. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.